ട്രാവലിംഗ് ആയിരുന്നു. ഇന്നലെ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്രൗച്ചിന്റെയും ക്ലോപ്പിന്റെ ഒരു ഇന്റർവ്യൂ, ഒരു പോഡ്കാസ്റ്റ് കേൾക്കുണ്ടായി. അത് കേട്ടിട്ടാണ് നേരെ ഞാൻ സ്ലോട്ടിന്റെ പ്രസ് കോൺഫറൻസ് കേട്ടു. ഒരുപാട് ഫാൻസ് എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനിയൊരു ഫ്ലോപ്പ് ഒന്നും ഉണ്ടാവാൻ പോണില്ല അല്ലെ. അയാള് പറഞ്ഞ ആ ഒരു എനർജിയും ആ ഒരു എന്താ പറയാ, ഒരു പേഴ്സണാലിറ്റി, എനിക്ക് അതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ, ക്ലോപ്പിന്റെ ടൈമിലും നമുക്ക് ഇങ്ങനത്തെ ടഫ് ടൈംസ് വന്നിട്ടുണ്ട്. എന്നാലും ആൾക്കാർക്ക് മിസ് ചെയ്യുന്നത് ആ ഒരു എനർജിയും ആ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു എന്താ പറയാ, ആ ഒരു എക്സ് ഫാക്ടർ ഉള്ളൊരു മാനേജർ ആയിരുന്നു ശരിക്കും. സ്ലോട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ റിപ്ലേസിങ് ക്ലോപ്പ് എത്ര ഡിഫിക്കൽട്ട് ആണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് ഒരു ലീഗ് അടിച്ചിട്ട് പോലും ആ മാനേജറിന് ഒരു പബ്ലിക് ആക്സെപ്റ്റൻസ് കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. കമ്മിങ് ബാക്ക് ടു ദ ഗെയിം, വീണ്ടും തോറ്റു. 2-0 കംഫർട്ടബിൾ ലോസ് ആയിരുന്നു. ഇപ്പൊ കളി നോക്കുമ്പോൾ പ്രത്യേകമായ അമിതമായ വികാരങ്ങളൊന്നും വരാത്തതുകൊണ്ട് വി മൂഡ് ഓൺ വിത്ത് അവർ ലൈഫ്സ്. സെക്കൻഡ് ലെഗ് ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയും. കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുറഞ്ഞ ഗോളുകൾക്ക് തോക്കാൻ പറ്റും എന്ന് ടീം സെറ്റ് ചെയ്ത് പോയി കളിച്ച ഒരു ഫീലാ കിട്ടിയത്. ബാബുവിന് തോന്നുന്നു കുറെ കാലങ്ങളായിട്ട് നമ്മൾ പോഡ്കാസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, പ്രോബബ്ലി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കുഡ് ബി സംതിങ് എങ്ങനെയും ഒരു സ്ട്രക്ചർ വരുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഇഞ്ചുറീസ് ഒക്കെ കഴിഞ്ഞിട്ട് കുഡ് ബി എ ജയം ഇല്ലെങ്കിൽ സോർട്ട് ഓഫ് എന്താ പറയാ, ലോങ് റൺ ഓഫ് വിൻസ് ഇല്ലെങ്കിലും ഒരു പാത്ത് ഫോർവേഡ് ആ റിവൈവൽ എങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. PSG കളി തുടങ്ങി കിക്ക് ഓഫ് കഴിഞ്ഞിട്ട് ഒരു 20 സെക്കൻഡ് പ്രോബബ്ലി അത് കഴിഞ്ഞിരുന്നു. ലീഡ് പ്രൊട്ടക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ എവേ ഗെയിമാണ്, ചാമ്പ്യൻസ് ലീഗ് എവേ ഗെയിം, ലെറ്റ്സ് നോട്ട് കൺസീഡ് എന്നുള്ള മെന്റാലിറ്റി ഐ അണ്ടർസ്റ്റാൻഡ്. എന്ന് വെച്ചിട്ട് ഈ ഇമാതിരി ഒരു എന്താ പറയാ, ഒരു ബസ് പാർക്കിംഗ് മോഡിലേക്ക് നമ്മൾ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഒന്നാമത് ചെയ്യാൻ അറിയില്ല, ഡിഫെൻഡ് ചെയ്യാൻ അറിയാത്ത നമ്മൾ എന്ത് കണക്കിനാണ് ബസ് പാർക്ക് ചെയ്യാൻ പോകുന്നത്? രണ്ടാമത് എന്താ വെച്ചാൽ നമ്മൾക്ക് അതിനുള്ളൊരു കോച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല സ്ലോട്ട്. ഈ സീസണിലെ സ്ലോട്ട് എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ എന്ത് പറഞ്ഞാലും ഈ ബസ് പാർക്ക് ചെയ്യാനുള്ള മോഡിലേക്ക് വി ഡിഡ്ന്റ് ഡിഫെൻഡ് ഡീപ്പ്, അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് ഹൈ ലൈൻ എന്ന് പറയുന്നില്ല, എന്നാലും ഒരു മോഡറേറ്റ് ലൈനിൽ വെച്ചിട്ട് വി സ്റ്റാർട്ടഡ് ഡൂയിങ് സംതിങ്. പക്ഷെ ഈവൻ നൗ ഇഫ് സ്ലോട്ട് ഡസന്റ് നോ ദാറ്റ് നമ്മൾ മിഡ്ഫീൽഡിലാണ് ഗ്യാപ്പ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഹി ഡൂയിങ് ഹിയർ? നമ്മള് ഈ എൻറ്റയർ സീസണിൽ നമുക്കുള്ള ഇഷ്യൂ എന്താ വെച്ചാൽ ആ മിഡ്ഫീൽഡ് എല്ലാവരും ബൈപ്പാസ് ചെയ്ത് പോകുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഓപ്പോസിഷൻ സെന്റർ ബാക്സ് വരെ ഒരു ബോൾ കിട്ടിയാൽ ദേ ക്യാൻ റൺ അൺഇൻറ്ററപ്റ്റഡ്. മിഡ്ഫീൽഡ് ഗ്യാപ്പ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഈവൻ വൈഡൻ ചെയ്തിട്ട് ബാക്ക് 5 വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഡെംബെലെ സെൻട്രൽ ലൈനിൽ വരുന്നു, മിഡ്ഫീൽഡിൽ ബോൾ എടുക്കുന്നു, റണ്ണിങ് പോകുന്നു. അവരെ എൻറ്റയർ ഫ്രണ്ട് ത്രീ അല്ല, അവരെ 6 ഫ്രണ്ട് 3 മിഡ് 3യും കംപ്ലീറ്റ്ലി പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, മിഡ്ഫീൽഡിലേക്ക് കയറുന്നു, ബോൾ എടുക്കുന്നു, പാസ് ചെയ്യുന്നു. 5-2-3 ആയിരുന്നല്ലേ കളിച്ചത്? അതെ, ആ 2-ൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിഡ്ഫീൽഡില് അത്രയും ഗ്യാപ്പ് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, എന്നാ ഓക്കെ, ബാക്ക് 5 ഇറക്കി ചാൻസ് കൺസീഡ് ചെയ്യാണ്ടിരിക്കുക, അതുമില്ലല്ലോ.
ആ ഡെമ്പലെ ഒരു ലെഫ്റ്റ് ഫുട്ട് ഷോട്ട് ഉണ്ടായിരുന്നു. അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയാന്ന് വെച്ചാല് PSG ബാക്കിൽ ത്രോ തന്നെ. കാരഗർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് 2-0 ഇസ് എ ഗുഡ് റിസൾട്ട് ഫോർ ലിവർപൂൾ എന്ന്. എനിക്ക് തോന്നുന്നു അതൊരു കറക്റ്റായ അനാലിസിസ് ആണ്. അതെ, ഈ പറഞ്ഞ ഒരു ഡിഫറെന്റ് അപ്രോച്ച് എടുത്തു മാച്ചില്. അത് ഡെഫിനറ്റ്ലി PSG ഹോം മാച്ച് ആയതുകൊണ്ട് ഇതിനു മുമ്പുള്ള അനുഭവങ്ങളുണ്ട്. സ്ലോട്ട് പറഞ്ഞു എല്ലാ മാച്ചിലും PSG എങ്ങനെ ഒപ്പണൻസിനെ അങ്ങനെ എന്താ പറയുക ഗോളുകൾ ക്രിയേറ്റ് ചെയ്ത് ഗോളുകൾ അടിച്ച് അങ്ങനെ ഫസ്റ്റ് ലെഗിൽ തന്നെ ഫിക്സ്ചർ 2 ലെഗ് ഫിക്സ്ചർ തീർക്കുന്ന ഒരു ഇതിലേക്ക് പോകുന്ന അവസ്ഥ അതില്ലാണ്ടിയാക്കാനാ ശ്രമിച്ച്. സ്ലോട്ടിന്റെ പ്ലാൻ അതായിരുന്നു, അത് വർക്കായി എന്നുള്ളതാണ് കറക്റ്റ്. കാരണം 2-0 നമുക്ക് അത് വർക്കായല്ലോ. ഒരെണ്ണം ഡിഫ്ലക്ഷൻ ഗോള്, ഒരെണ്ണം ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്നുള്ള ഗോള്, അങ്ങനെ 2 ഗോളാണ് അവരടിച്ചു. പക്ഷെ അവര് കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ശരിയാണ്, ചാൻസ് കുറെ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് അതിനുള്ള പ്ലേയേഴ്സ് ഉണ്ടല്ലോ. നമ്മൾക്ക് നല്ല ഷോർട്ട് സ്റ്റോപ്പർ ഉണ്ട്. മാമ നന്നായിട്ട് കളിച്ചു പെർഫോം ചെയ്തു. അതുപോലെ നമ്മൾ ലാസ്റ്റ് പിച്ച് ഡിഫെൻഡിങ്സ് ഉണ്ടായിരുന്നു, കേർക്കസ് അങ്ങനെ ചെയ്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലേയേഴ്സ് ബോഡി യൂസ് ചെയ്ത, അങ്ങനെ ഒരു ബോഡി യൂസ് ചെയ്താണ് ഡിഫ്ലക്ഷൻ ഗോള് വന്നത്. അപ്പോ പിന്നെ അല്ല ഫുള്ളൊരു ലോ ബ്ലോക്കിലേക്ക് പോകാതെ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ പേസ് ഉപയോഗിച്ച് ഇപ്പൊ ഫ്രിങ്കോങ്ങിന്റെയും കെർക്കസിന്റെയും ഒക്കെ പേസും എക്കിറ്റിക്കെ ഇവരുടെ പേസ് ഉപയോഗിച്ച് കൗണ്ടർ ചെയ്യാനും ഒക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോ അതാണ് എന്തായാലും മിഡ്ഫീൽഡ് ബാറ്റില് അവർക്ക് വിട്ടുകൊടുക്കുക ചെയ്തത്. എന്നിട്ട് വിങ്ങിൽ കൂടെ കളിച്ച് കൗണ്ടർ അറ്റാക്ക് ഗോൾ അടിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള ഒരു പ്രൊഫൈലുള്ള പ്ലേയേഴ്സ് കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. പക്ഷെ എന്നിട്ടും നമ്മളൊരു 2-0 നിർത്തി എന്നുള്ളതാണ്. ഇപ്പൊ ആൻഫീൽഡ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ഇതിലും വലിയ ടീമുകളെ നമ്മൾ ആൻഫീൽഡിൽ തിരിച്ചു വന്നിട്ട് നമ്മൾ തോൽപ്പിച്ചു വിട്ടിട്ടുള്ളതാണ് സെക്കൻഡ് ലെഗില്. അപ്പോ ആ ഒരു ഇത് നോക്കുമ്പോ റിസൾട്ട് ഭയങ്കര നല്ല റിസൾട്ട് ആണല്ല, പക്ഷെ നമുക്ക് ഓവർടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. അതാണ് സ്ലോട്ട് ഉദ്ദേശിച്ചത്. എന്തായാലും സ്ലോട്ട് പറഞ്ഞല്ലോ നെക്സ്റ്റ് ലെഗിലെ ഫിക്സർ ഇതുപോലെ ആയിരിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. ആ മാച്ചില് അടുത്ത ലെഗില് ഇതുപോലെ കളിക്കണമെന്ന് പറയാന് അടുത്ത പോലെ ഇതിലേക്ക് കളിച്ച PSG അവിടെ നിന്നോളൂ. ഓക്കെ 0-0 മതിയല്ലോ അവർക്ക്. അതുകൊണ്ട് വി വിൽ നോട്ട് പ്ലേ എന്ന് പറയാ. അല്ല, PSG ഒരു ഗോള് നേരത്തെ അടിച്ച് കളി കില്ല് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അവര് 2 goal cushion. 1 goal ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഗുഡ് റിസൾട്ട് എന്ന് പറയാൻ പറ്റും. ഇതിപ്പം വി ആർ നോട്ട് ഔട്ട് ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇസാക്ക് തിരിച്ചു വന്നതാണ്. ഇസാക്ക് ഇനി 10 മിനിറ്റ് കളിച്ചു. ഇനി ഫുള്ളാമിന്റെ കൂടെ ചിലപ്പോ ഒരു 25 മിനിറ്റ് കളിക്കായിരിക്കും. കൂടുതൽ ഒരു ഹാഫ് മുഴുവനും കളിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോ PSG കൂടെ. ആ മാച്ചില് വേറൊരു പോസിറ്റീവ് ആയിരുന്നു, ബെഞ്ചില് നമുക്ക് സലാ, ഗാക്പോ, റോബർട്ട്സൺ, ഇസാക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മാച്ചിനെ കുറിച്ച് അധികം ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയണ്ട. റോബർട്ട്സിന്റെ കാര്യമാണ് പിന്നെ റോബർട്ട്സിനും കൂടി നമുക്കിത് അറിയുന്ന കാര്യമായിരുന്നു. എന്തായാലും ഈ സീസൺ കഴിഞ്ഞാൽ പോവും എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ ഓൾസോ. പുള്ളിനെ വെറുതെ ഇവിടെ ഇരുത്തിയിട്ട് ഫേഡ് ഔട്ട് ചെയ്ത കാര്യമില്ല. ഈ കൻ വിൽ പ്ലേ ഫോർ എ ടോപ്പ് ടീം ഫോർ അറ്റ്ലീസ്റ്റ് 2-3 more years. So it's a good decision. We should have done the same with the Salah and Van Dijk എന്നൊരു സാധനവും ആൾക്കാർ പറയുന്നുണ്ട്. എന്താണ് റോബർട്ട്സൺ വരുമ്പോ ഒരുപാട് ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. സ്ലോലി ഫസ്റ്റ് 6 മാസം കളിച്ചിട്ടേ ഇല്ല, if you remember. Then slowly ആ ട്രെൻഡ് റോബോ കോമ്പിനേഷൻ, ഇപ്പൊ നമ്മളിപ്പോ ഹക്കീമിയും മറ്റേ മെൻഡേസ് കളിക്കുന്ന പോലെ അറ്റാക്കിംഗ് ഫുൾ ബാക്സ്, അവർ തമ്മിലുള്ള അസിസ്റ്റ് കോമ്പറ്റീഷൻ, ഗോൾ സ്കോറിംഗ്, ഇമ്പോർട്ടന്റ് ഗോൾസ് ഒക്കെ സ്കോർ ചെയ്ത സെറ്റ് പീസസ്. ഐ തിങ്ക് ഇപ്പൊ ലിവർപൂൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഐ കാൺ തിങ്ക് ഓഫ് എ ബെറ്റർ ലെഫ്റ്റ് ബാക്ക് ദാൻ റോബർട്ട്സൺ, അല്ലേ? ഒരു അറ്റ്ലീസ്റ്റ് ഒരു നിയർ ഹിസ്റ്ററി ഇഫ് യു ലുക്ക് അറ്റ്. നമ്മളിപ്പം 70s 30s ആരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അറിയില്ല, പക്ഷെ ഈ ഒരു പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ, കാരണം റോബർട്ട്സൺ വരുന്നതിന് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ദാറ്റ് വി വർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ലെഫ്റ്റ് ബാക്ക്. ഒരു മൊറേനോ വന്നു, ഒരു ആലി സിസോക്കോ വന്നു, എൻറിക്കെ വന്നു. പ്ലേഡ് വെൽ ഫോർ എ സീസൺ ആൻഡ് ഹാഫ്. എനിക്ക് ആ ഗോൾ ഓർമ്മ, എൻറിക്കെ സുവാരസിന് പാസ് ചെയ്ത ഒരു ഗോള്.
But Aurelio Flashes was മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഔറേലിയോ ആയിരുന്നു ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇഞ്ചുറീസ് ആയിരുന്നു ആളുടെ ഒരു പ്രശ്നം. ഇഞ്ചുറീസ് കാരണം ഇല്ലെങ്കിൽ അയാള് നന്നായിട്ട് വന്നേനെ. റീസയ്ക്ക് Aurelio ശേഷം was the last അതെ proper, പക്ഷെ അതെ പുള്ളിക്ക് ക്വാളിറ്റി injuries. ഉണ്ടായിരുന്നു. അതെ അതെ. പക്ഷെ റീസയ്ക്ക് ശേഷം ഇപ്പൊ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ കളിക്കുന്നത് റോബർട്ട്സിനാണ്. പക്ഷെ I rate Robertson higher than Reece, to be honest. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ അതിനുശേഷം അതെ അതിനുശേഷം അതെങ്ങനെ റീസയ്ക്ക് 1 ഫുട്ട് മാത്രമാണ് എത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. റൈറ്റ് ഫുട്ട് ഉപയോഗിച്ച് മിസ്റ്റേക്സ് വരുന്നതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റോബർട്ട്സൺ അതിൽ കുറച്ചുകൂടി ബെറ്റർ ഗെയിം പ്ലേ ആയാലും മറ്റേത് ലോങ് റേഞ്ച് ഷൂട്ടുകളും ഫ്രീ കിക്കുകൾ ആയിരുന്നു റീസയുടെ വേറൊരു ഇത്. പക്ഷെ റോബർട്ട്സിന് വേറൊരു ഇതുണ്ട്, ക്രോസ് ചെയ്യുന്നതായാലും ആ പ്രസ്സിംഗ് സ്റ്റൈല് ഫുട്ബോൾ ആയാലും ആ പൊസിഷൻ എനർജി തുടക്കം മുതൽ അവസാനം വരെയുള്ള എനർജി, ലീഡർഷിപ്പ്, കൺസിസ്റ്റൻസി, ഇതെല്ലാം റോബർട്ട്സിന്റെ സാധനങ്ങളായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മുടെ റോബർട്ട്സിനെ സൈൻ ചെയ്ത സമയം ഈ റെലഗേഷൻ ആയിട്ടുള്ള ടീമുകളിൽ നിന്ന് നമ്മുടെ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന അതിൽ ഒരുപാട് സ്റ്റിക്ക് കിട്ടിയത് ആദ്യത്തെ ഒരു ഫ്രണ്ട്ലി ഇതുള്ളത് തന്നെ. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഫ്രണ്ട്ലിയില് ഒരു 10 മിനിറ്റ് റോബർട്ട്സൺ കളിക്കുന്ന കണ്ടിട്ട് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് വളരെ മോശം സൈനിങ് എന്നൊക്കെ പറഞ്ഞ അന്ന് തന്നെ ജഡ്ജ് ചെയ്ത് വെച്ച പ്ലെയർ. പക്ഷെ അത് അതിനുശേഷം പിന്നെ റോബർട്ട്സൺ ആ ഒരു ക്ലോപ്പ് എറയിലെ ഒരു മെയിൻ സ്റ്റേ അല്ലെങ്കിൽ കീ പ്ലെയർ ആയിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് നമ്മുടെ എല്ലാ ടൈറ്റിൽ വിൻസിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തിയ റോബർട്ട്സൺ ലെജൻഡ് ആണ്. അതെ, ഇങ്ങനെ തന്നെയാണ് റോബർട്ട്സൺ പോകേണ്ടത്. റോബർട്ട്സൺ ഒരു ട്രാൻസ്ഫർ ആയിട്ട് പോകേണ്ടതല്ല. ഹി ക്യാൻ ഗെറ്റ് ദ ഒവേഷൻ. സല ആൻഡ് റോബർട്ട്സൺ ടുഗദർ വിൽ ബി എ ബ്യൂട്ടിഫുൾ ഫെയർവെൽ ദിസ് സീസൺ. വേറൊരു റൂമറും കേൾക്കുന്നത് ആലിസൺ ഇസ് ഓൾസോ മൂവിങ് ടു യുവെന്റസ് എന്നൊരു സാധനം കേട്ടു, വിച്ച് ഇസ് ഹൈലി ലൈക്ലി. പുള്ളിയുടെ ഒരു ലൈഫ് ഐ തിങ്ക് if you look at it from a very very neutral point of view, I think time we moved on these players. Yeah, Klopp 1.0 probably എല്ലാവരും we move, even Slot Edwards പോയാൽ പോലും there is a chance that everybody will move on. Second thing what I feel is ഇതിന്റെ ഒരു നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് വാസ് നോട്ട് ലെറ്റിംഗ്, അതായത് നമ്മളിപ്പം ലൂയിസ് ഡിയാസിനെ വിറ്റു എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ലൂയിസ് ഡിയാസിന് റിപ്ലേസ്മെന്റ് മേടിച്ചില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മിസ്റ്റേക്ക്. സോ ആ മിസ്റ്റേക്ക് നമ്മൾ ഈ സമ്മറിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ ബ്രാഡ്ലിയുടെ ഇഷ്യൂവും റോബർട്ട്സൺ പോകുമ്പോഴും സല പോകുമ്പോഴും ആലിസൺ പോകുമ്പോഴും വി നീഡ് ടു സ്റ്റാർട്ട് സൈനിങ്. ആ ക്വാളിറ്റി കിട്ടില്ല, ബട്ട് പ്രോസ്പെക്ട്ഫുൾ ആയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണം. അതായിരിക്കും ഈ സമ്മറിലെ ഏറ്റവും വലിയ ചാലഞ്ച്. ബിക്കോസ് we are again going into a second season of transition. Look at it. അവിടെയാണ് നമ്മുടെ ഈ സ്ലോട്ട് ഔട്ടിന്റെയോ അല്ലെങ്കിൽ സ്ലോട്ട് ഇന്റെയോ എഡ്വേർഡ്സിന് ഹ്യൂസിന്റെയോ പ്രശ്നം വരുന്നത്. that we do we sack the manager and the team, or അവരിപ്പോ ഒരു വർഷമായിട്ട് ഇതിന്റെ ഒരു ട്രാൻസിഷൻ സമ്മർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ ഇറ്റ്സ് എ വെരി ടഫ് ക്വസ്റ്റ്യൻ ആൻഡ് ലോട്ട് വിൽ ഡിപ്പെൻഡ് ഓൺ എന്താ പറയാ നമ്മുടെ ഈ സീസൺ എങ്ങനെ തീരുന്നു എന്നുള്ളതാണ്. ചാമ്പ്യൻസ് ലീഗിലെ അതർ ഗെയിംസ് there was a classic with the Real Madrid versus Bayern. I think it was a very very high quality game. എനിക്ക് not in terms of skill something I felt ഒരുപാട് നാളിന് ശേഷം ഒരു 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 രസം ഉണ്ടായിരുന്നു ആ കളി. ഒരു ട്രിപ്പിംഗ് ആയിരുന്നു. I mean, game was good for a neutral perspective. പക്ഷേ അതിൽ കൂടുതലും പ്രോബ്ലി നമ്മളിപ്പോൾ PSG ലിവർപൂൾ ഒക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ ബയേൺ was more or less dominating. Only difference was probably Real had few counters. നമ്മൾ അത് ട്രൈ ചെയ്തിട്ട് പോലില്ല എന്നുള്ളതേ ഉള്ളൂ, but they did have some counters. But Bayern was clear dominant. They will be very sad with the result. Real should be very happy with the result of 2-1. ഈ ക്ലാസിക് റിസൾട്ട് എന്ന് പറയാൻ, ക്ലാസിക് മാച്ച് എന്ന് പറയാൻ കാരണം നമ്മൾ ശരിക്കും ചാമ്പ്യൻസ് ലീഗിൽ റയലിന്റെ ഗ്രിറ്റ് ഉണ്ടല്ലോ, ദേ വർ ഔട്ട് പ്ലേഡ്, പക്ഷെ ദേ ഫൗണ്ട് എ വേ ആൻഡ് ദേ കെപ്റ്റ് ദ ടൈ അലൈവ്. സോ വി ക്യാൻ സീ എ മാഡ്രിഡ് കം ബാക്ക്, വി വോണ്ട് ബി സർപ്രൈസ്ഡ്. അതാണ് ലിവർപൂൾ വേർ ഓൾസോ ലൈക്ക് ദാറ്റ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. സ്ലോട്ടിന്റെ അടിയിൽ
ആ ഒരു എന്താ പറയാ ഒരു ഗ്രിറ്റും കോൺഫിഡൻസും പ്ലേയേഴ്സ് ലൈക്ക് വി വിൽ വിൻ മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് എന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് എവിടെയോ കളഞ്ഞു വെച്ചു. ഞാൻ PSG കളഞ്ഞു വെച്ചത് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു വിചാരിച്ചു, പക്ഷെ അത് കണ്ടില്ല. ബാക്കിയുള്ളതും കൂടി പോയി. അതെ അതെ, അത് ചില മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന പ്ലേയേഴ്സ്, സീനിയർ പ്ലേയേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടാവണത് എന്നുള്ളതാണ്. അവരായിരുന്നു എക്സാമ്പിൾസ് ആയിരുന്നു. അത് കേട്ടെ, നമ്മളങ്ങനെ ആയിപ്പോയി. അതിന് ചേഞ്ച് ആവുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആ ഒരു ലൈൻ ഓഫ് പ്ലേയേഴ്സ് മാറുമ്പോ തന്നെ പുതിയൊരു ബാച്ച് വരും. അവര് ഭയങ്കര ഹങ്കർ, എനിക്ക് തോന്നല്ലേ ഈ വേർഡ്സ് ആയാലും മെക്കിറ്റിക്ക് ആയാലും അവരൊക്കെ ഭയങ്കര ഹങ്കർ ആയിട്ടുള്ള നല്ല മെന്റാലിറ്റി ഉള്ള പ്ലേയേഴ്സ് തന്നെയാണെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി. അപ്പോ അവരൊക്കെ കുറച്ചും കൂടി ഡോമിനന്റ് ലെവലിൽ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിൽ വരുന്നു. അവര് ആസ് എ പ്ലെയർ മാത്രമല്ല, അവരുടെ മെന്റാലിറ്റിയും അതിലൂടെ തന്നെ വളർന്നു വരുന്നുള്ള ഒരു ഇതിലാണ്, പ്രതീക്ഷയിലാണ്. അപ്പൊ ആ നെക്സ്റ്റ് സീസണിൽ ഡിഫറെന്റ്ലി ഇതായിരിക്കില്ല സല. കാരണം ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള സലയാണ് ഡ്രസ്സിംഗ് റൂമിൽ ഇവർ കാണുന്നുണ്ടാവുക. നമ്മൾ കണ്ടതാണ് പലപ്പോഴും ബെഞ്ചിലിരിക്കുന്നു. അതുപോലെ എല്ലാ മാച്ചും കളിക്കാൻ പറ്റാത്ത റോബർട്ട്സൺ, പിന്നെ ആലിസൺ ഫ്രീക്വന്റ് ഇഞ്ചുറീസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിന്റെ ഒപ്പം യോട്ടയുടെ വിട്ടുപോകുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ മെന്റലി എല്ലാവരെയും ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ്. അത് കുറെയൊക്കെ അടുത്ത സീസണിൽ അത് റിക്കവർ ആയി വരുന്നതാണ് ഫീൽ ചെയ്യുന്നത്. ആർസണൽ ഹാഡ് എ ഗുഡ് റിസൾട്ട്. അതൊരു 0-0 അവസാനിക്കുന്നു പറയുമ്പോൾ കൈ ഹാവേർട്സ് ലാസ്റ്റ് മിനിറ്റ് ഗോൾ. ഐ തിങ്ക് ആർസണൽ വിൽ ഗോ ത്രൂ. ചേർന്ന് പറയാനുള്ളതാണ് അത്ലറ്റിക്കോ ബാഴ്സയില് അപ്സെറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് സർപ്രൈസിംഗ് റിസൾട്ട്. രണ്ട് ടീമും ഏത് സമയം എപ്പോ വേണേലും എന്ത് ചെയ്യാന്നുള്ള അവസ്ഥയിലാണ്. ഈവൻ 2-0 ലീഡ് ഉണ്ട് വിചാരിക്കുക, ബട്ട് they have more chance. I mean, Barca has more chance to overturn this than Liverpool has with the same 2-0. കാരണം രണ്ട് ടീമും ഒരുപോലെ എപ്പോ വേണേലും സ്വിച്ച് ഓഫും സ്വിച്ച് ഓണും ചെയ്യാൻ പറ്റും. എനിക്ക് ഫീൽ ചെയ്യണില്ല കേട്ടോ ഈ പറഞ്ഞ പോലെ ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അവിടെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ചെന്ന് ഇത് ഓവർടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇതിനു മുമ്പ് അവരുടെ മറ്റേ ക്രൗഡ് മുഴുവനും അത്രയും വൈൽഡ് ആയിട്ടായിരിക്കും, അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടാക്കുക. അത് ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടാക്കിയപ്പോഴ 4-0 റിസൾട്ടിൽ ബാഴ്സ അവിടെ തോക്കുന്ന അവസ്ഥ ഉണ്ടായത്. എന്തായാലും സിമിയോണിയുടെ അടുത്ത് 2-0 ലീഡില് സിമിയോണി നിൽക്കുന്ന സമയത്ത് അത് അവരുടെ സ്റ്റേഡിയത്തിൽ ചെന്ന് ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ഡിഫിക്കൽട്ടായ കാര്യം. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ഇത് കണ്ടിരുന്നു. സിമിയോണി അവിടെ ബാഴ്സയുടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് 15 വർഷത്തെ അവിടെ കരിയറിൽ ഫസ്റ്റ് ടൈമാണ് അവിടെ ജയിക്കണേ. അതിങ്ങനെ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ച് അവിടെ ജയിച്ചു എന്നുള്ളത് അവർക്ക് നല്ല കോൺഫിഡൻസ്. What I'm saying is, ഇവർ രണ്ടുപേരും ഇൻകൺസിസ്റ്റന്റ് ആണ്. വിച്ച് ടീം വിൽ ടേൺ അപ്പ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അത്ലറ്റിക്കോ ഓൺ പേപ്പർ ഓക്കെ 2-0 അഗെയിൻസ്റ്റ് സിമിയോണി സൈഡ്, ദാറ്റ്സ് ഗുഡ് ആൻഡ് ഡൺ. പക്ഷെ ഈ സീസണിൽ രണ്ട് ടീമും they were so inconsistent, we cannot predict it. നമ്മളിപ്പോ ടോട്ടനം ഗെയിം കുറച്ച് ഈ സൈഡിൽ എത്തിയപ്പോഴേക്കാണ് എല്ലാ കളി പൊട്ടുന്നുള്ളത്. അത് ബൂൾസ് പോലെ പറയുന്ന പറയുക അത് വരെ ഉണ്ടായിരുന്നു. they may win, they might not win. ആരവസ്ഥയാണ് ബാക്കി രണ്ട് ടീമും ഉള്ളത്. അപ്പൊ ഒരു ചാമ്പ്യൻസ് ലീഗ് ഹുറ പുള്ളി ഇതുവരെ ജയിച്ചില്ല. പുള്ളിക്ക് അവിടെ ഒരു മാർക്ക്, ഒരു ആർസണൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലാസിക് വരാൻ ചാൻസ് ഉണ്ട്. ഐ തിങ്ക് ഓവറോൾ ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് വെർ ഗുഡ്. ഒരു നല്ല ഇതുണ്ടായിരുന്നു ലിവർപൂൾ ഗെയിം ഒഴികെ. ഈവൻ സ്പോർട്ടിംഗ് ഷോർട്ട് ഫൈറ്റ്. സോ വി ക്യാൻ ഗോ ഓൺ ടു 8-7 നല്ലതായിരുന്നു. സോറി 8-7 ടീം നല്ലതായിരുന്നു. We can go on to our Premier League review. This is the main show program. Fulham ആണ് വരുന്നത്. എന്തോ എന്താവുമോ ദൈവത്തിനാണ്. Before we go there, as per now, ഇന്നിപ്പോ നമ്മൾ ശനിയാഴ്ച രാവിലത്തേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടനം ആർ ഇൻ ദ റെലിഗേഷൻ. യെസ്, 4-0 വിന്നാണ് വെസ്റ്റ് ഹാമിന് വോൾവ്സിനെതിരെ. കാണാൻ ശ്രമിച്ചു, പക്ഷെ കണ്ണുണ്ടില്ലേ, ടയർഡാ.
Fulham, it's a tough team. Fulham is never easy to play against. We played midweek. ഭയങ്കര കോൺഫിഡൻസിലാണ് നമ്മൾ ഓക്കെ എന്നൊക്കെ സ്ലോട്ട് പറയുന്നുണ്ട്. Isak will be on the bench again. I think probably Robertson may start. Given Kerkez will play midweek again. Then again Van Dijk today. Probably Frimpong. I think Salah will play. Frimpong almost കളിക്കാൻ ചാൻസ് ഇല്ല. ഇല്ല. I think Frimpong will play left. Frimpong will play left back. Right back. I think Salah will play this game. Salah saying Gakpo saying Ekitike out probably. I don't think again Ekitike can play another PSG game in if he plays. Probably yes. Midfield സൊബോസ്ലൈ റൈറ്റ് ബാക്ക് ആയിരിക്കും, സല സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ തന്നെ ആയിരിക്കും. റോബർട്ട്സണും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ്. ഫ്രിംപോങ്ങിന് സ്ലോട്ട് പറഞ്ഞില്ല. ഫ്രിംപോങ് ഒക്കെ ഇതിനു മുമ്പ് ഇങ്ങനെ അടുത്തടുത്ത് കളിച്ചപ്പോ ഇഞ്ചറി ഒക്കെ വന്നിട്ടുള്ളത്, അത് കാരണം മിനിറ്റ്സ് മാനേജ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിനാണ് സാധ്യത. മാത്രമല്ല ഫ്രിംപോങ് സബ്ബായിട്ട് വരുമായിരിക്കും, പക്ഷെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. ഗാക്പോ ആയിരിക്കും ഫോർവേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗാക്പോ എന്തായാലും കളിക്കും. അതെ, ഗാക്പോ കളിച്ചേ പറ്റും. അടുത്ത വൈസ് ക്യാപ്റ്റൻ ആണെന്ന് ആൻഫീൽഡ് പേപ്പേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഫുൾഹം ലാസ്റ്റ് 5 ഗെയിംസിൽ 3 ഗെയിംസ് അവർ ജയിച്ചു. ഓക്കെ ഫോം ആണ്. I won't say they are like flying, but as usual ഫുൾഹം എന്താ ഒരു ക്ലാസിക് മിഡ് ടേബിൾ ടീമാണ്. ഫുൾഹം എപ്പോഴും ഉണ്ടാവും ഒരു 10, 11, 12, 13 എപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെ തട്ടിയിട്ട്. ആൻഡ് സർപ്രൈസിങ് അവർ അത്ര പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുമില്ല. ആൻഡ് ദേ ഹാവ് എ വെരി ഗുഡ് മാനേജർ. സോ സ്ലോട്ട് എങ്ങനെ സെറ്റ് നമ്മുടെ ടീമിനെ സെറ്റ് ചെയ്യുന്നതിലായിരിക്കും കാര്യം. ഒരു കോൺഫിഡൻസ് ലെവലാണ് ഇവിടെ ഇഷ്യൂ, അല്ലാണ്ട് സ്കില്ലോ അല്ലെങ്കിൽ നമ്മുടെ ടാക്ടിക്സിനെ കുറിച്ച് പിന്നെ അധികം പറയാത്തതല്ല. അപ്പോ എന്താണ് ഇതിനെ കുറിച്ച് പറയാന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് what do you expect? I don't know what to expect, to be honest. അതായത് it could be a easy breezy 2-0 or we'll concede 1 and it will be like a എന്താ പറയാ എങ്ങനെയെങ്കിലും കളി തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാനും ചാൻസ്. ഏതാണ് നമ്മൾ വിച്ച് ലിവർപൂൾ വിൽ ടേൺ അപ്പ്, വിച്ച് ഫുൾഹം വിൽ ടേൺ അപ്പ് എന്നുള്ളതാണ് ചോദ്യം. Which Fulham എന്നുള്ള ചോദ്യത്തിന് പ്രോബബ്ലി the usual standard average version വരുമായിരിക്കും. നമ്മൾ ഏതാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഇപ്പൊ. നമ്മള് ചെയ്യണ്ടെന്നുള്ളത് പോലും ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. നമ്മള് ഈ മാച്ച് ജയിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ മാച്ച് നമ്മളെന്തായാലും ഒരു 2-0 മാർജിൻ ഒക്കെ അങ്ങനെയുള്ള ഒരു ഇതില് കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാനുള്ള ചാൻസ്. കാരണം നമ്മളങ്ങനെ എല്ലാവരും ഇങ്ങനെ ഡിപ്പായിട്ട് ഒരു പ്രതീക്ഷയില്ലാണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പെർഫോമൻസിൽ ജയിക്കും. ആ കോൺഫിഡൻസിൽ PSG ഇൻവൈറ്റ് ചെയ്ത് ആ കോൺഫിഡൻസ് അതിലേക്ക് കൊണ്ടുപോയി അവിടെയും ഓവർകം ചെയ്ത് വരാൻ പറ്റേണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെയാണ്. അപ്പോ ഇസാക്ക് തിരിച്ചു വന്ന് സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് വന്ന് ഒരു ഗോൾ അടിക്കും എന്നുള്ളതും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ചിലപ്പോ എക്കിറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഫീൽ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ഒരു 60 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇസാക്കിനെ കൊണ്ടുവരാനും ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം ഇസാക്കിന്റെ മിനിറ്റ് അല്ല എക്കിറ്റിക്കയുടെ മിനിറ്റ് മാനേജ് ചെയ്താൽ മതി. 2 സ്ട്രൈക്കേഴ്സ് ബെഞ്ചിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇസാക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ എക്കിറ്റിക്കെ കുറച്ചുകൂടി നന്നായിട്ട് എളുപ്പം മാനേജ് ചെയ്യാൻ പറ്റും മിനിറ്റ്സ്. അപ്പോ എക്കിറ്റിക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇസാക്ക് സെക്കൻഡ് ഹാഫിൽ വന്നൊരു ഗോള്, അതും സാധ്യതയുണ്ട്. കേർട്ടിസ് കളിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കേർട്ടിസ് ജോൺസ് കഴിഞ്ഞ മാച്ച് കളിച്ചില്ല. അപ്പോ ഈവൻ റൈറ്റ് ബാക്ക് സ്റ്റാർട്ട് ചെയ്താലും റൈറ്റ് ബാക്കില് അഗെയിൻസ്റ്റ് ആരായിരിക്കും? ചെക്വസി ആണോ? ചെക്വസി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ കെവിൻ അല്ലെങ്കിൽ ഒന്നെങ്കിൽ കെവിൻ അല്ലെങ്കിൽ ചെക്വസി ആയിരിക്കും. അത് ഗഡിസിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഒരു ഫീല്. ഇവനില്ലേ മറ്റേ സിറ്റി ചങ്ങായി
അതുണ്ട് ഓസ്കാർ ബോബ്. ഓസ്കാർ ബോബ് ഉണ്ട്. ഓസ്കാർ ബോബ്. ഓസ്കാർ ബോബ് അവർക്ക് ഇപ്പൊ മിനിറ്റ്സ് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പറയാൻ പറ്റില്ല അവരുടെ ഏത് ലൈനപ്പോ വരിക എന്നുള്ളത്. Overall, I think none of us know what to expect, but ഈ കളി തോറ്റു കഴിഞ്ഞാൽ ടോപ്പ് 5 വളരെ ബുദ്ധിമുട്ടായിരിക്കും. ടോപ്പ് 5 എന്ന് പറഞ്ഞു തുടങ്ങിയല്ലേ, ടോപ്പ് 4 ഒന്ന് മാറ്റി. ടോപ്പ് 5 കൺഫേം ആയല്ലോ, ഏകദേശം ടോപ്പ് 5 കൺഫേം ആയി. ടോപ്പ് 5 നമ്മൾ എന്തായാലും ഫിനിഷ് ചെയ്യാം, അത് യാതൊരു പ്രശ്നമില്ലാത്ത കാര്യം. നമ്മൾ എന്തായാലും ടോപ്പ് 5 എത്തും. On that note, I think predictions എന്താണ് ഈ മാച്ചിന്റെ? I'm going for the heart ആണ്, not brain. I'm going for a 2-0 win hopefully. ഞാനത് 2-0 തന്നെയാണ്. ധൈര്യം ധൈര്യമില്ല. കഴിഞ്ഞ കളി ധൈര്യം ഉണ്ടായില്ലോ PSG മാച്ച് ജയിക്കുന്നത്. ഞാൻ അപ്പോഴും വിചാരിച്ചു പ്രോബബ്ലി ദിസ് പ്ലേയേഴ്സ് വിൽ പ്ലേ ഫോർ സലാൻ. സല തന്നെ കളിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കളിക്കാനാ? പ്ലേ ഫോർ സല എന്നൊക്കെ അവരിങ്ങനെ മറ്റേ മോട്ടിവേഷണൽ ടോക്ക് ചെയ്തിട്ട് സല തന്നെ ഇല്ല. പ്രോബബ്ലി അത് ഒഴിവാക്കിയിട്ട് ഇനി മേ ബി ഫോക്കസ് ഓൺ ചാമ്പ്യൻസ് ലീഗ്. 4 കളി കളിച്ചാൽ പോരെ അവര്. ഇവിടെ 7 കളി വേണമല്ലോ ടോപ്പ് 5 എത്താൻ. അതിനിപ്പോ അവിടെ 4 കളി കളിപ്പിച്ചാൽ പോരെ എന്നൊക്കെ വിചാരിച്ച് ഒരു മിനിറ്റ് പോലും കളിപ്പിച്ചില്ല. Probably a 1-1 or maybe a 2-2. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ജയിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു, എസ്പെഷ്യലി വിത്ത് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ ലാസ്റ്റ് വീക്ക്. ഫുള്ളാമിന്റെ കൂടെ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് അതാണ്, സ്ഥിരമായിട്ട് പ്രശ്നമാണ് ഫുള്ളാമിന്റെ കൂടെ. പക്ഷെ അത് ഇത്തവണ ഓവർകം ചെയ്യുന്ന തോന്നുക. അങ്ങനെ എപ്പോഴും അങ്ങനെ ഫുള്ളാമിന്റെ അടുത്ത് അങ്ങനെ പറ്റില്ലല്ലോ, കാരണം അതൊരു ബ്രേക്ക് വരും അതിന്റെ അടുത്ത്. യുണൈറ്റഡ് ആർ പ്ലേയിങ് ലീഡ്സ്, അതാണ് ഇത്തവണത്തെ ഡാബി. If you look at other games, നമ്മുടെ മാച്ചിനെ കുറിച്ച് പറഞ്ഞ കാര്യമില്ല, വെറുതെ പറഞ്ഞത്. യുണൈറ്റഡ് ലീഡ്സ് വിൽ ബി എ വെരി ഗുഡ് ഗെയിം. ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് 4 ബാറ്റിലുള്ള ടീംസ് ആണ്. യുണൈറ്റഡ് ലീഡ്സ് ഐ തിങ്ക് ദിസ് ഇസ് എ ഗെയിം. കാരണം യുണൈറ്റഡ് കളിച്ചിട്ട് കുറെ നാളായി. യുണൈറ്റഡ് ലാസ്റ്റ് ഗെയിം വാസ് ഓൺ March 20th or something. ഏപ്രിൽ. അവര് ഏതോ ഒരു ക്യാമ്പിനൊക്കെ പോയി ട്രെയിനിങ് പ്രീ സീസൺ ഒക്കെ നടത്തിയിരുന്നു. അതൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം they get ample rest. Also match fitness വരാൻ മാത്രമുള്ള ഗ്യാപ്പ് ഒന്നുമില്ല, because they were training anyways. ഇന്റർനാഷണൽസ് ഉണ്ടായിരുന്നു. വലിയൊരു പ്രശ്നമായിട്ട് തോന്നാൻ ചാൻസ് ഇല്ല. യുണൈറ്റഡ് ഷുഡ് വിൻ അഗൈൻ. അവര് എന്താ പറയാ, ഫുൾ ഓൺ ടാക്ടിക്സ് വെച്ചിട്ടല്ലല്ലോ ഇപ്പൊ കളിക്കുന്നത്. ഇറ്റ്സ് മോർ ഓഫ് എ വൈബ്. ബട്ട് ഈ മാച്ചിൽ ലീഡ്സ് ഹാസ് ടു വിൻ. ലീഡ്സ് ഇപ്പം 33 പോയിന്റ്സിൽ ഇരിക്കുന്നത്. സോ ലീഡ്സ് വോണ്ട് ഒരു മിഡ് ടേബിൾ ക്ലാഷ് അല്ല. ലീഡ്സ് റെലഗേഷൻ 2 അടുപ്പിച്ച് തോറ്റാതെ വിൽ ബി ഡ്രാഗ് ബാക്ക് ടു റെലഗേഷൻ ബാറ്റിൽ ഇവിടെ തന്നെ ഉണ്ട്. സോ പിന്നെ ആ ഒരു ഡാബി നേച്ചർ ഉണ്ടല്ലോ ഈ യുണൈറ്റഡ് ലീഡ്സ്. ഹിസ്റ്റോറിക്കലി ഇസ് എ വെരി വെരി intense game. Appo it will be a good game. I think yeah, United may shade it, but I won't be surprised with a draw, like a 2-2 exciting game. Like they both teams will go for അതെ എപ്പോഴും യുണൈറ്റഡ് ലീഡ്സ് യുണൈറ്റഡ് ജയിക്കുന്നതാണ്. എനിക്ക് 3-0 കംഫർട്ടബിൾ വിൻ യുണൈറ്റഡ്. പിന്നെ യുണൈറ്റഡിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ടെക്നിക്കലി technically are no longer in a top 5 battle. കാരണം അവർക്ക് ഒരു 6 point ഗ്യാപ്പ് ഉണ്ട്. അതെ ആ 6 point ഗ്യാപ്പിൽ they can take risks. They don't have to be nervous or അവർക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാം. എങ്ങാനും ഒന്ന് തോറ്റു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പൊ പറഞ്ഞു പുള്ളി ഫുൾ ഫ്രീഡം എൻജോയ് ചെയ്യേണ്ട പുള്ളി യുണൈറ്റഡിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇന്റൻഷനും ഒക്കെ ഈ അടുത്ത് പറഞ്ഞു. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയില് ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞല്ല സമ്മർ വിൻഡോയില് പോണ കാര്യവും സെല് ചെയ്യാൻ നോക്കുന്നു അങ്ങനെയുള്ള ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആള് വളരെ ഫ്രീഡത്തോടുകൂടി കംഫർട്ടബിൾ ആയിട്ട് കളിക്കുകയാണ്. Villa are playing Forest, which is also another important game. Villa ഇപ്പോഴും ഒരു കളി തോറ്റു കഴിഞ്ഞാൽ ഈ വീണ്ടും ടോപ്പ് 5 ഒരു ചാൻസ് ഉണ്ട്. ആൻഡ് ഫോറസ്റ്റ് അഗൈൻ, ഫോറസ്റ്റ് ഹാസ് ടു വിൻ. ഫോറസ്റ്റിന് വീണ്ടും ഇനിയിപ്പോ നമ്മുടെ ബോട്ടം ടീംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അവരെ ചെറിയ ടീമായി കണക്കാൻ പറ്റില്ല, കാരണം അതേ പ്ലേയിങ് ഫോർ സർവൈവൽ. അപ്പൊ ആ ഒരു ഇന്റൻസിറ്റി അവരെ കളിക്കുന്നുണ്ടാവും.
So I'm expecting Wolves and Burnley Forest ഒഴികെ, also Burnley to get a ഒഴികെ. result. If Forest ചിലപ്പോൾ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. മാത്രമല്ല ഫോറസ്റ്റിന് ഒരു പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് വുഡ് തിരിച്ചു വന്നു. കഴിഞ്ഞ സീസണിലെ മെയിൻ പ്ലെയർ ആയിരുന്നല്ലോ വുഡ്. ഇപ്പൊ ഇഞ്ചറി കഴിഞ്ഞ് കഴിഞ്ഞ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ യൂറോപ്യൻ ഫിക്സർ. വുഡ് തിരിച്ചു വന്നത് അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അത് നല്ല കോൺഫിഡൻസും. അവര് സ്ട്രൈക്കർ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സീസണിൽ. ഇഗോറൊന്നും അങ്ങനെ ഇഗോർ ജീസസ് ഒന്നും അങ്ങനെ അവര് വിചാരിച്ച രീതിയിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ നിരന്തരം സ്ട്രൈക്കേഴ്സിനെ മാറ്റി 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 കളിപ്പിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ വുഡ് തിരിച്ച് വന്നിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഗെയിം അല്ലേ യൂറോപ്പ കളിച്ചത്. പക്ഷെ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗിൻ ഇസ് ബാക്ക് ഫോർ വില്ല കുറച്ച് കാലമായിട്ട്. ബട്ട് നൗ ഹി ഈസ് മോർ ഇൻ ടു മാച്ച് ഷാർപ്നെസ് ആയാലും ഫിറ്റ്നസ് ആയാലും. ആൻഡ് വില്ല ഈസ് സീയിങ് ദാറ്റ് വിൻസ് നൗ. എല്ലാ കളി പോയാലും ഒരുപോലെ പൊട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്ന ടീം they are winning now again thanks to McGinn. So won't be that easy of a game, but Villa should win, I guess. ഇനി ആണ് നമ്മുടെ അടുത്ത ചാലഞ്ചേഴ്സ്, നമ്മുടെ മെയിൻ ചാലഞ്ചേഴ്സ് ചെൽസി. ആൻഡ് വി ക്യാൻ റീഡ് ദിസ് ഗെയിം അലോങ് വിത്ത് ടൈറ്റിൽ ചാലഞ്ചേഴ്സ് സിറ്റി. അങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷനിലെ ഗെയിമാണ്. എന്താണ് ഇപ്പൊ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇത്രയും ഈ സീസണിലെ പ്രത്യേകത, മോസ്റ്റ് ടീംസ് ആർ സോ ഇൻകൺസിസ്റ്റന്റ് ദാറ്റ് വി ഡോണ്ട് നോ വാട്ട് ടു എക്സ്പെക്ട്. Prediction വരെ ആടാണ് കളി. Like City were so up and down, and then Carling Cup final, Carabao Cup final, they completely outplayed Arsenal. Arsenalനെ ശിക്ഷ വരപ്പിച്ചു. അപ്പോ ഇനി വരുന്നാൻ പോകുന്നത് നമ്മളെ ഇനി വരാൻ പോകുന്ന മാച്ചസിലും സിറ്റി ആ ഗെയിമാണ് പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ ചെൽസി വിൽ ലൂസ്, ഡെഫിനറ്റ്ലി ലൂസ്. ചെൽസിയുടെ ഇഷ്യൂസ് എന്തായാലും ചെൽസി എന്തായാലും പൊട്ടും. എന്തായാലും അവരെ ഏതെങ്കിലും ഒരു ബിഗ് മാച്ച് ഗെയിം ഇവര് മര്യാദക്ക് ഒരു ടീം ഫീൽഡ് ചെയ്തോ. നമ്മളിപ്പോ സ്ലോട്ട് PSG ചെയ്തിട്ടില്ലേ, അതുപോലല്ലേ ഇവൻ റോസ്നിയർ എല്ലാ ബിഗ് ടീമും ചെയ്യുന്നത്. ഇപ്പോ വെറുതെ പാനിക് ചെയ്തിട്ട് എൻസോ ഫെർണാണ്ടസിനെ പോയിട്ട് ലെഫ്റ്റ് വിങ്ങിലൊക്കെ കൊണ്ട് കളിപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എൻസോ ഫെർണാണ്ടസ് കളിക്കുമോ തന്നെ അറിയില്ല ഇനി. സോ ആ ഒരു പ്രശ്നം അവർക്കും ഉണ്ട്. They don't know, the manager is not very confident when it comes to big team and crucial games. എനിക്ക് ഫീൽ ചെയ്യണം ചെൽസി തോൽക്കാനുള്ള ചാൻസ് ആണ്. സിറ്റി റീസെന്റ് ബയസ് വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ പറയുക സിറ്റി കഴിഞ്ഞ കളി വളരെ ടോപ്പായിട്ട് പെർഫോം ചെയ്തു, അത് കാരണം ഇത് ജയിക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും സിറ്റി കുറച്ചൊരു അവരുടെ പ്ലേയിങ് സ്റ്റൈലോ കുറച്ചൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ അടുത്ത മാച്ചുകളിൽ. അതില് ഒറിയലി ഭയങ്കര കീ ആണ് അവരുടെ മാച്ചിൽ. ഇപ്പൊ അവരുടെ മെയിൻ പ്ലെയർ എന്ന് പറയുന്നത് ഒറിയലിയ. അത് ഇപ്പൊ സെമന്യോ ഉണ്ട്, ഹാലൻഡ് ഉണ്ട്. പക്ഷെ ഇവന്റെ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോർഡനൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഒറിയലി അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൾ അവിടെ കളിക്കണം. എനിക്ക് തോന്നുന്നത് അതൊരു ബിഗ് ഫാക്ടർ ആയിരിക്കും. ആളെ എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നോ എങ്ങനെ ആളെ കൗണ്ടർ ചെയ്യേണ്ടതെന്നുള്ളതൊന്നും ടീംസിന് മനസ്സിലാക്കി തുടങ്ങിയിട്ടില്ല. കാരണം ആളെ എല്ലായിടത്തും ഉണ്ട്. ടെക്നിക്കലി നല്ല സ്കില്ലാണ്. മിഡ്ഫീൽഡിൽ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യും. അപ്പോ അത് കൗണ്ടർ ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ് ടീം. എനിക്ക് തോന്നുന്നത് ചെൽസിയിലും ഈ പറഞ്ഞ പോലെ എൻസോ പോലും ഇല്ല, മിഡ്ഫീൽഡിൽ ഉണ്ടാവില്ല. അത് ആ റണ്ണ് ഒറിയലി ചെയ്യുന്ന റൺസ് ഒന്നും ഫോളോ ചെയ്യാനോ ഇതിനൊന്നും മറ്റു ടീമുകൾക്ക് പറ്റാറില്ല. ചെൽസിക്ക് ഒട്ടും അത്രയും പോലും പറ്റുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ഒറിയലി കീ ആയിരിക്കും ഈ മാച്ചിൽ. ഗോൾ അടിക്കാനും ചാൻസ് ഉണ്ട്, ക്രിയേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ചെൽസിക്ക് യാതൊരു ചാൻസും ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ പറഞ്ഞ രണ്ട് സാധനം സാൻചസിനും ചാൻസ് ഉണ്ട്. സിറ്റിനെ ഗോൾ അടിപ്പിക്കാനും സിറ്റിക്ക് ചാൻസ് ഉണ്ടായി കൊടുക്കാനും. Yeah, you think Chelsea will lose? Yeah. Actually, from a Liverpool point of view, if Chelsea lose this game and we win, somehow we win, we have a
point cushion. So it'll be interesting to see. Then we're ആദ്യത്തെ looking ഈഫ് at പിന്നെയും title. ചാൻസ് ഉണ്ട്, രണ്ടാമത്തെ ഈഫിന് എനിക്ക് വലിയ ചാൻസ് ഒന്നുമില്ല. ബ്രെൻഫോർഡ് ഇപ്പൊ Now we എത്ര are looking ബാക്കിലാ? at ബ്രെൻഫോർഡ് Brentford നല്ല ബാക്കിലുണ്ട്. ബ്രെൻഫോർഡും Brentford രണ്ട് are 3 നമ്മളെ വെച്ച് കമ്പയർ 3 ചെയ്യുമ്പോൾ 3. points back. ആ Okay. And they play Everton. അതെ. Everton will be tough അത് game for them. Everton are good. ഗെയിമാണ്. എവേർട്ടന് പ്രത്യേകിച്ച് എവേ മാച്ച് അവർ നന്നായിട്ട് കളിക്കാറുണ്ട്. ഈസി കളിക്കാം. You go to Sudeep's second favorite manager, Arteta's Arsenal. സുദീപാണ് ജൂൺ അല്ല നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയത് തൊട്ട് ആർസണൽ ലീഗ് അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗ് അടിച്ചു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മൾ തന്നെ ജനുവരി ഫെബ്രുവരി സമയത്ത് ഏതൊരു പോഡ്കാസ്റ്റ് നമ്മൾ ഈവൻ ആർസണൽ ഫാൻസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുക പോലും ചെയ്തിരുന്നു ലീഗ് അടിച്ചതിന്. സോ ബോർണ്മത്ത് ആണ് അറ്റ് ഹോം. അത് ടഫ് ഗെയിമാണ്, വളരെ ടഫ് ഗെയിമാണ് ബോർണ്മത്ത്, പ്രത്യേകിച്ച് ആർസണലിന്റെ ഇപ്പോഴത്തെ ഫോം ഒക്കെ വെച്ചിട്ട്. ആർസണലിനൊന്നുമില്ല. ആർസണൽസ് പ്രോബ്ലം ഇസ് നെവർ അബൌട്ട് ദ ഗെയിം എനിമോർ. ഇറ്റ്സ് അബൌട്ട് ഹൗ ദേ കീപ് ദിയർ ഹെഡ് അല്ലേ. അവര് ആ നെർവസ്നെസ്സോ എനിക്ക് ജസ്റ്റ് ഇൻ കേസ് ബോർണ്മത്ത് ഒരു ഗോൾ നേരത്തെ അടിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റെഡ് കാർഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മെന്റൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദിയർ ഹെഡ് നൗ. ഇഫ് ദേ പ്ലേ ദിയർ യൂഷ്വൽ ഗെയിം ആർസണൽ വിൽ ഈസിലി വിൻ. അത് ആർട്ടേറ്റിന് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ നമ്മൾ ട്രെയിനിങ്ങിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. ആ മെന്റാലിറ്റി കറക്റ്റ് പോവാതിരിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക ട്രെയിനിങ് മെത്തേഡ്സിന്റെ ഇതൊക്കെ നമ്മൾ വീഡിയോ കണ്ടു. കാര്യം ആൾക്കാർ ട്രോളൊക്കെ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ എഫക്ട്സ് വരുന്നുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ പേനയും ബോളും വെച്ചിട്ടുള്ള ആ കോൺസെൻട്രേഷൻ പോവാതിരിക്കാൻ വേണ്ടി പേന ഹോൾഡ് ചെയ്യണം, പ്ലേയേഴ്സ് ഒരുമിച്ച് പന്ത് അതേപോലെ പന്ത് കൺട്രോൾ ചെയ്ത് പോകണം. അങ്ങനെ ഭയങ്കര പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ ലെവൽ കീപ്പ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല മെത്തേഡ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബിഗ് സ്ക്രീനിൽ ട്രെയിനിങ് നടക്കുമ്പോൾ എന്താ ഒരു പാട്ട് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അത് തന്നെ പ്ലേയേഴ്സിന്റെ മോട്ടിവേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള അത് തന്നെ. അപ്പൊ മോട്ടിവേഷൻ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ആർട്ടേറ്റൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തമാശയായിട്ട് കളിയാക്കി ട്രോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ എഫക്ട്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അവര് ടേബിളിൽ ടോപ്പായിട്ട് ഇരിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ നിങ്ങൾക്കൊക്കെ നോക്കാം. എന്തായാലും ടഫ് മാച്ച് ആയിരിക്കും. എങ്ങനെ ഓട്ടം ചെയ്യുന്നു എന്നാണ് ഓബിൻ പറയാൻ വന്നത്. Arsenal probably has a chance for disintegration. പക്ഷെ അതിനുള്ള ഒരു ബഫർ സോൺ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. സിറ്റി എല്ലാ കളി ജയിച്ചാൽ പോലും they are still 3 points behind Arsenal. They need something from Arsenal. അപ്പം അതുകൊണ്ട് there is a chance. even if ഒരു ഡ്രോ ആയാൽ പോലും Arsenal still have that, okay, even ഒരു കളി പൊട്ടിയാൽ പോലും at the moment as of now our goal difference they are ahead. There is a buffer for them. They will leak somehow. I don't think there is too tight of a game. City game allathathu ellam it's fairly simple for them. കാരണം കളിക്കുന്ന ഓപ്പോണൻസിന് ഒരാൾക്കും there is no top 4 battle, there is no relegation battle as such. അങ്ങനെയുള്ള ടീം ഒന്നുമില്ല. Probably everybody is like ഈ സീസൺ സീ ഔട്ട് ചെയ്താൽ മതി എന്നുള്ള ടൈപ്പ് ഓഫ് ഓപ്പോണൻസ് മാത്രമാണ് അവർക്കുള്ളത്. ഇനി should help. അതാണ് ആർസണലിന്റെ ഓപ്പോണൻസ് ആർസണൽ തന്നെയാണ്. ആർസണൽ ക്യാൻ കീപ് ദിയർ ഹെഡ്. ആർസണൽ ക്യാൻ ഈ റെട്രിക് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇഫ് ദേ ക്യാൻ ജസ്റ്റ് കാം ഡൗൺ ആൻഡ് ജസ്റ്റ് ഡു ദിയർ ബിസിനസ്, ഐ തിങ്ക് ദേ ഹാവ് എ വെരി ഗുഡ് ചാൻസ് ഓഫ് വിന്നിംഗ് ദ ലീഗ് അല്ലേ. അവർ ശരിക്കും കുറച്ച് ടോൺ ഡൗൺ ചെയ്യണം. ഈ ഒരു എഗ്രഷൻ ടോൺ ഡൗൺ ചെയ്താൽ മതി. അത് കാരണം യു നെവർ നോ, യു ഡോണ്ട് വാണ്ട് ടു ബി ഓവർ പീക്കിംഗ് സോ ടു ഏർലി. ഓക്കെ, എനി അതർ മാച്ചസ് നമുക്ക് കവർ ചെയ്യാനുള്ള? വേറൊന്നുമില്ല. ആർസണലിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, സക്ക ഇഞ്ചേർഡ് ആണ്, എസെ ഇഞ്ചേർഡ് ആണ്. ബാക്കിയുള്ളതൊക്കെ അവരെ ഓക്കെയാണ്. വേറെ സ്കോഡൊക്കെ വലിയ സ്കോഡുള്ള കാരണം വേറെ മാച്ച് ഒന്നും. ഒരെണ്ണം എടുത്ത് പറയാനുള്ളത് ഇറ്റ്സ് എ വെരി ക്രിട്ടിക്കൽ ഗെയിം നമ്മുടെ സ്പേഴ്സിന്റെ അല്ല അതന്നെ ഓബിൻ നേരത്തെ പറഞ്ഞു. they are in relegation zone. they are playing Sunderland. Sunderland is not a bad team at all, and Sunderland also has European aspirations. So എന്താണ്
it's a very new manager. It's a very അതായിരിക്കും ചിലപ്പം ഒരു ഏറ്റവും സ്ട്രെസ്ഫുൾ ഗെയിം ഓഫ് ദ വീക്കെൻഡ്. കാരണം ആർസണൽ ഗെയിം കഴിഞ്ഞാൽ they can't afford to lose. If they go into this weekend as a bottom 3 team, it is going to be bad. അല്ലേ? ഡിസർബി വന്ന് നേരെ പോയിട്ട് ചാമ്പ്യൻഷിപ്പിൽ നിൽക്കേണ്ടി വരും. Too big of a squad to relegate. Too big of a club also. Yeah. കാരണം ഇപ്പൊ ടോട്ടനമിനെ നോക്കുകയാണെങ്കിൽ they have Brighton next, Wolves next. അത് കഴിഞ്ഞാല് പിന്നെ ആസ്റ്റൺ വില്ല, ലീഡ്സ്, ചെൽസി, എവർട്ടൺ. സോ റൺ അത്ര ഡിഫിക്കൽട്ട് അല്ല, ബട്ട് അവരുടെ ഇപ്പത്തെ ഒരു ഇത് വെച്ചിട്ട് യു നെവർ നോ. They can't be like too sure. എന്തായാലും അവര് ഈ മാച്ച് ജയിക്കില്ല. അവര് വുൾഫ്സ് അവർക്ക് ജയിക്കാം, ചെൽസി ജയിക്കാം, ലീഡ്സ് മാച്ച് ജയിക്കാം. ഈ മാച്ചുകൾ എനിക്ക് നോക്കുന്നത് ഡിസർബി അയാളുടെ ആ ഒരു സ്റ്റൈല് ഇപ്പോഴേ ഇതിനകത്ത് കൊണ്ടുവന്ന് നോക്കുന്നുള്ളതാണ്. അത് കൊണ്ടുവന്ന് നോക്കി ചിലപ്പം പാടും. ട്രെയിനിങ്ങിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു, അത് ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ വീഡിയോസ് കണ്ടിരുന്നോ? ഈ ഒരു സമയത്ത് he himself said I am trying to bring back attacking football, Ange version of football എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അറ്റാക്കിംഗ് ആയിരിക്കണം അവർക്ക്. ഇനിയും ഡിഫെൻഡ് ചെയ്തിട്ട് ഇതിന് എന്താ പറയുക ക്ലബിൽ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ആർക്കും ഇല്ല അവിടെ. ഇറ്റ്സ് ലൈക്ക് ഹൗ വി ആർ ട്രൈങ് ടു ഡിഫെൻഡ്. നടക്കൂല, നമ്മളെ കൊണ്ട് ആവാത്തൊരു പണിയാണത്. സെയിം തിങ് അവർക്കും. അവര് ബാക്ക് 5 വെച്ചാലും ബാക്ക് 6 വെച്ചാലും ബാക്ക് 9 വെച്ചാലും അവര് ചിലപ്പോൾ പിന്നെയും പൊട്ടും. അതറിയുന്നത് എനിവേസ് ട്രൈ ആൻഡ് സ്കോർ സംതിങ്. പ്രോബബ്ലി കൺസീഡ് ചെയ്യുന്ന ടീം വല്ല ഓക്കെ ഒരു ഗോൾ വാങ്ങിയിട്ടുണ്ടല്ലോ, ലെറ്റ്സ് ട്രൈ ആൻഡ് ബി ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കൗണ്ടർ അറ്റാക്ക് അടിച്ചിട്ട് രണ്ടാമത്തെ അടിക്കാൻ പറ്റുമോ എന്നുള്ള നോക്കാനേ ചാൻസ് ഉണ്ട്. ഇനി ഡിസർബി വരുമ്പോ ഒരു ഇത് വെച്ചാല് ഇറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു സീ ഹൗ ഹി യൂസസ് കോലോ മുആനി, ജാവി സിമൻസ്. ഇതുവരെ വന്ന 4-5 മാനേജർ ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ if he can somehow get all of them to play, because players are there, so അവരെ ഒന്ന് കുഡൂസ് ഇഞ്ചറി കഴിഞ്ഞ് തിരിച്ചു വരിക വന്ന് കുഡൂസ് കുറച്ച് കളിയായിട്ട് ഇഞ്ചേർഡ് ആയിരുന്നു, അയാൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ 1-2 വിൻസ് അവർക്ക് നിക്ക് ചെയ്യാൻ പറ്റിയാൽ then they'll be okay. Probably will try for attacking game. ഈ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മാച്ചും കവർ ചെയ്തു. ഫസ്റ്റ് ടൈം ഡൂയിങ് ഓൺ എ സാറ്റർഡേ. ഇന്ന് ഈവനിങ് തന്നെയാണ് മാച്ച്. സോ അധികം ലൈഫ് ഇല്ല വീഡിയോന്. അപ്പോ എനിത്തിങ് എൽസ് ടു ആഡ് ഓൺ? വിൽ ബി ബാക്ക് ഓൺ മൺഡേ അല്ലേ? ഹോപ്പ്ഫുള്ളി നമ്മുടെ മാച്ച് ട്യൂസ്ഡേ നൈറ്റ് ആണല്ലോ. അതെ, അതല്ല എനിക്ക് എന്തുകൊണ്ട് നമ്മൾ തോറ്റു പോഡ്കാസ്റ്റ് ചെയ്ത് ഇത് മടുത്തു. അപ്പൊ ഒന്ന് ജയിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഇത് സ്വസ്ഥതയോടെ എന്തെങ്കിലുമൊക്കെ പറയരുത്, നല്ല കാര്യങ്ങൾ. ഗണേശൻ തിരക്കിലാണ്, ഗണേശൻ വരും. കമന്റ്സ് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്, അപ്പൊ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഓബിന് ഭയങ്കര ബുദ്ധിയാന്ന് പറയുന്നുണ്ട്, നമുക്കാർക്കും അത് വിശ്വാസം വന്നിട്ടില്ല. പിന്നെ സുദീപ് അഭിനയിക്കാന്ന് പറയുന്നുണ്ട്. സുദീപിന് എനിക്ക് ഏകദേശം 15-20 വർഷമായിട്ട് അറിയാൻ തോന്നുന്നു. സുദീപ് അഭിനയിക്കല്ല, അവർ ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അത് അറിയാത്തോണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ ഫേവറേറ്റ് പ്ലേയേഴ്സിൽ പണ്ട് മിൽനറും വൈനാൾഡും പിന്നെ ഹെൻഡേഴ്സൺ, അതിന് മുമ്പ് ലൂക്കസ് ലേവിയാണ് അവന്റെ ലെജൻഡ്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ആളെ പിടികിട്ടിന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ വെറുതെ റേജ് ബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ സുദീപ് പറയുന്നില്ല. നമ്മൾ ആ ഒരു തരത്തിലുള്ള കണ്ടന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം റേജ് ബേറ്റ് ആണ് നമ്മളെപ്പോഴും നമ്മളെ കളി കഴിഞ്ഞ ഉടനെ നമ്മൾ വന്നിട്ട് ഫ്ലോട്ടിനെ താഴെ വിളിച്ചാൽ മതിയല്ലോ. അപ്പൊ എല്ലാവർക്കും റേജ് വന്നു. എസ്പെഷ്യലി നമ്മൾ ആക്ച്വലി ഈ അടുത്ത് പ്ലാൻ ചെയ്തിരുന്നു. നമ്മുടെ PSG ഗെയിം കഴിഞ്ഞിട്ട് അല്ല, ലാസ്റ്റ് വീക്ക് അല്ലേ, ഏതൊരു മാച്ച് സിറ്റി മാച്ച് കഴിഞ്ഞിട്ടോ എന്തോ മറ്റോ നമുക്ക് ചെയ്യാൻ ലൈവ്. അല്ല ഇന്റർനാഷണൽ സ്ലോട്ട് ഔട്ടിനെ കുറിച്ച് നമുക്കൊരു ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമ്മളത് വേണ്ട എന്ന് വെച്ചാൽ വെറുതെ നമ്മുടെ ഫാൻസിനെ വീണ്ടും ഇൻഫ്യൂരിയേറ്റ് ചെയ്ത് റേസ് ചെയ്ത് ചുമ്മാ 4 തെറി വിളിച്ചത് ഫാൻ പേജിൽ തന്നെ ഡെസ്പ് ആക്കേണ്ട വെച്ചിട്ടാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. We want to be a happy place for Liverpool fans to come and watch, even if you are losing. That we want to be a voice of reason and
എന്താ പറയാ ഒരു പ്രതീക്ഷ, ഒപ്റ്റിമിസം. ശുഭപ്രതീക്ഷ വിത്ത് ഇപ്പൊ ഗണേശനുണ്ട്, ഗണേശന് റിയലിസം, പെസിമിസം, സിനിസം എല്ലാം ഉണ്ടാവും. ബട്ട് വി നോട്ട് പ്രിറ്റൻഡിങ് ദാറ്റ് എന്താ പറയാ നമ്മളിത് വ്യൂസിന് വേണ്ടിയിട്ട് നമ്മള് വ്യൂസ് പറയുന്നല്ല. ഇറ്റ് ഇസ് ഹൂ വി ആർ. ഹോപ്പ്ഫുള്ളി നമ്മള് അടുത്ത മാച്ച് സുദീപിന് കുറച്ചും കൂടി പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ നിർത്താം അല്ലേ? ഏഴ് കളി സുദീപിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ കളി ജയിച്ചാൽ മതിയായിരുന്നു. Goodbye.